NCERT പുസ്തകത്തിലെ പ്രധാന ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. യുനെസ്കോയുടെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ് വെസ്റ്റേൺ ഗട്ട്സ്. വാട്ട് ഈസ് ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ്? വെസ്റ്റേൺ ഗട്ട്സിൻ്റെ നോർത്തേൺ വടക്ക് ഭാഗത്തെ നമ്മൾ സഹ്യാദ്രി ഹിൽസ് എന്നാണ് വിളിക്കുന്നത്. വിച്ച് പ്ലേറ്റ് ലൈസ് ബിറ്റ്വീൻ ദ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സ്? ഡെക്കാൻ പ്ലേറ്റ് ആണ് വെസ്റ്റേൺ ഗട്ടിനും ഈസ്റ്റേൺ ഗട്ടിനും ഇടയ്ക്കായി സ്ഥിതി ചെയ്യുന്നത്. ഡെക്കാൻ പ്ലേറ്റിൽ കൂടെ വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി എന്നിവ. അപ്പോൾ കിഴക്ക് ദിശയിൽ ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന നദികൾ ഓർത്തിരിക്കണം. ഗോദാവരി, കൃഷ്ണ, മഹാനദി ആൻഡ് കാവേരി. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് നർമ്മദ, താപ്തി എന്നീ നദികൾ. ഇത് അറേബ്യൻ കടലിൽ പതിക്കുന്നു. ഡെക്കാൻ പ്ലേറ്റിൽ മറ്റും കാണപ്പെടുന്ന ട്രൈബൽ ഗ്രൂപ്പ്സാണ് സാന്താൾ, ഗോണ്ട്, ബൈഗ, ഭിൽ ആൻഡ് കൊർക്കു എന്നിവർ. ഇനി ഇന്ത്യയിലെ കോസ്റ്റ് ലൈൻ തീരപ്രദേശത്തെ പറ്റിയാണ് പഠിക്കുന്നത്. മുഴുവൻ നീളം, മൊത്തം നീളം നോക്കിയാൽ 7500 കിലോമീറ്ററാണ്. 5 സംസ്ഥാനങ്ങളിലായി, അതായത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക ആൻഡ് കേരള എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഈ തീരദേശങ്ങൾ കടന്നു പോകുന്നു. പടിഞ്ഞാറേ തീരഭാഗത്തെ ഏറ്റവും വലിയ അഴിമുഖങ്ങൾ, അതായത് എസ്റ്റോറീസ് ആണ് നർമ്മദ ആൻഡ് താപ്തി എസ്റ്റോറീസ്. ഇത് പ്രധാന ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക.